ഇതെങ്ങാട്ടാണ് ഇവളിപ്പോൾ ഈ കപ്ലങ്ങേൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് പോകുന്നതെന്ന് ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഇന്ന് കപ്ലങ്ങേൻ്റെ ഇല എൻ്റെ കറിയൊന്നും അല്ല കേട്ടോ. ഇന്നിപ്പോൾ കുക്കിംഗ് വീഡിയോയേ അല്ല. അന്നേരം കപ്ലങ്ങേൻ്റെ ഇല വെച്ചിട്ട് നമുക്കൊരു അടുക്കള ടിപ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് നമ്മൾ കപ്ലങ്ങേൻ്റെ ഇല വെച്ചിട്ട് കപ്ലങ്ങേൻ്റെ ഇല ചെറുതായി അരിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കുക. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും കേട്ടോ. ഞാൻ ഇപ്പോൾ 2 ചെറിയ കപ്ലങ്ങേൻ്റെ ഇലയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് തിളപ്പിക്കുക കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്. ഞാനിപ്പോൾ ചെയ്തതിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണ് കേട്ടോ ചെറുനാരങ്ങയും കൂടെ ഇട്ടിട്ട് തിളപ്പിക്കുന്നത്. ചെറുനാരങ്ങ എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങ എടുക്കാത്തത്. ഇത് മാത്രം ഇട്ട് തിളപ്പിക്കുന്നത്. ചെറുനാരങ്ങയ്ക്ക് പകരം നമ്മൾ 2 മൂടി വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അന്നേരം നമ്മൾ മിക്സീൻ്റെ കേട്ടോ, നമ്മൾ മിക്സി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മിക്സി 17 വർഷം പഴക്കമുള്ള മിക്സിയാണ് കേട്ടോ. എൻ്റെ അമ്മമ്മ വാങ്ങിച്ചു തന്നതാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വീട് കാഴ്ചയ്ക്ക് വരില്ലേ, ആ സമയത്ത് എനിക്ക് വാങ്ങിച്ചു തന്ന മിക്സിയാണ്. ഇപ്പോൾ 17 വർഷമായിട്ടോ. ഞാൻ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് നാൾ ഉപയോഗിക്കാതെ ഇരുന്നപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഒരു കളർ പിടിച്ചു കേട്ടോ. അത് ഞാൻ എങ്ങനെ തുടച്ചിട്ടും കഴുകിയിട്ടൊന്നും അത് പോകുന്നുണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ ഇതിങ്ങനെ യൂട്യൂബിൽ തന്നെ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. അന്നേരം ഞാൻ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല എഫക്റ്റീവായിട്ട് തോന്നി. അന്നേരം ഞാൻ വെച്ചാൽ ആ വീഡിയോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ തിളപ്പിച്ച് വെച്ച വെള്ളത്തിലേക്ക് ഞാൻ ചെയ്ത് 2 മൂടി വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ലേശം സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളടുത്ത് വിമ്മോ നമ്മളെ പാത്രം കഴുകുന്ന എന്ത് സംഭവം ഉണ്ടെങ്കിലും അത് ലേശം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അന്നേരം നമ്മൾ മിക്സീൻ്റെ ഉള്ളിൽ കടലാസ് വെച്ചത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ വെള്ളം ഒന്നെടുത്ത് നനച്ച് വെച്ച് കൊടുക്കണം. കാരണം അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടാം. ഞാനിതിപ്പോൾ കുറച്ച് ദിവസം മിക്സി തുടയ്ക്കാതെ വെച്ചതാണ്. കാരണം നിങ്ങൾക്ക് വൃത്തിയുള്ള മിക്സിയിൽ കാണിക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അഴുക്കായ മിക്സിയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഈ മിക്സീൻ്റെ പുറത്തുള്ള അഴുക്കുകൾ, ഉള്ളിലുള്ള അഴുക്കുകൾ നമ്മൾ ഈ അരയ്ക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ലീക്ക് ഔട്ടൊക്കെ ആയിട്ട് തെറിച്ച് പോകും. അന്നേരം അതൊക്കെ നമ്മൾ ചിലപ്പോൾ കൈ കൊണ്ട് തുടയ്ക്കുമ്പോൾ ഒന്നും കിട്ടിയെന്ന് വരില്ല, വൃത്തിയാവില്ല. നമ്മൾ ചിലപ്പോൾ തിരക്കിന് അങ്ങനെ വെച്ചിട്ട് പോകും. എനിക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ചില ദിവസം എല്ലാം കൂടെ ഒറ്റ ക്ലീനിങ് ആയിരിക്കും, ചില ദിവസം എല്ലാം കൂടെ അങ്ങനെ വെക്കും കേട്ടോ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് എനിക്ക്. അന്നേരം എന്നെ പോലുള്ളവർക്ക് ഇത് എളുപ്പമാണ് കേട്ടോ. അന്നേരം ഇതിപ്പോൾ ഞാൻ തുണി കൊണ്ടൊക്കെ തുടയ്ക്കണ മിക്സി കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഈ വെള്ളം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ഗ്യാസ് അടുപ്പ് കേട്ടോ. ഗ്യാസ് അടുപ്പ്, പാത്രം കഴുകുന്ന സിങ്ക്, ബാത്റൂം, അതുപോലെ നമ്മൾ എന്താ പറയുക, വീട്ടിൻ്റെ ടൈലുണ്ടാവില്ല, നമ്മൾ അടുക്കളേൻ്റെ അവിടുത്തെ നമ്മൾ എണ്ണയൊക്കെ തെറിക്കുന്ന ടൈലുണ്ടാവില്ല, അതിൻ്റെ മുകളിലൊക്കെ ഇതൊക്കെ ആക്കി കൊടുത്ത് നല്ല എഫക്റ്റീവാണ് കേട്ടോ. പക്ഷേ നമ്മളെ വീട്ടിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ 2 സംഭവങ്ങളാണ് നമുക്കിപ്പോൾ ക്ലീൻ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. ടോയ്ലറ്റ് ഇപ്പോൾ ഇത് വെച്ച് ക്ലീൻ ചെയ്ത് കാണിച്ചാൽ പിന്നെ അതിന് വേറെ കമൻറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത്. അതായത് നമ്മൾ മിക്സി ഒന്ന് അവിടെ പൊതിരാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാൻ എന്താക്കിയാൽ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ ഇതൊന്നും ഒഴിച്ചിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉരച്ച് കൊടുക്കണ്ടേ. കൈ കൊണ്ടൊന്ന് ഉരച്ച് എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമ്മൾ വെറും ബ്രഷ് മതി കേട്ടോ. നമ്മൾ പല്ലിയേക്കണ പഴയ ബ്രഷില്ലേ, അത് വെച്ചിട്ട് ഉരച്ച് ക്ലീൻ ചെയ്താൽ മതി. എൻ്റെ ഗ്യാസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മുഴുവനായിട്ട് വര വീണ് കിടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനിത് തേച്ചുകൊണ്ടിരുന്നത് നമ്മളെ സ്റ്റീൽ ചകിരിയില്ലേ, അത് വെച്ചിട്ടായിരുന്നു കേട്ടോ തേച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഗ്യാസിൻ്റെ മുകളിൽ നമ്മൾ കടിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീണതിൻ്റെ അപ്പം ചിലപ്പോൾ തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചായിട്ട് തുടയ്ക്കുമ്പോൾ പറ്റി പിടിക്കും. ഞാൻ എളുപ്പത്തിന് വേഗം സ്റ്റീൽ ചകിരി വെച്ചങ്ങോട്ട് ഉരയ്ക്കും കേട്ടോ. കണ്ട എൻ്റെ ഗ്യാസിൻ്റെ മുകളിൽ കണ്ടോ മൊത്തം വര വീണ് കിടക്കാൻ കേട്ടോ. അന്നേരം ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം നമുക്ക് ഉണ്ടാക്കി വെക്കാം. 1-2 ആഴ്ചയൊക്കെ ഇരിക്കും. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക, പുറത്താണെങ്കിൽ 1 ആഴ്ചയൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ വെച്ചത് നമുക്കിങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ ഇതുപോലത്തെ അഴുക്കൊക്കെ പിടിക്കാൻ വേഗം അതിലേശം ആക്കി കൊടുത്തിട്ട് ബ്രഷോടൊന്ന് കഴുകിയിട്ട് നഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. അന്നേരം അതിൻ്റെ മുകളിൽ സൈഡിൽ കൂടിയൊക്കെ ഒരു തുരുമ്പ് പിടിച്ച പോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു, ആ സ്ക്രൂവിൻ്റെ അവിടെയൊക്കെ, അതൊക്കെ വേഗം പോയി കിട്ടിയില്ല. ഇതുപോലെ ഉണ്ടായിരുന്ന ഗ്യാസ് ആയിരുന്നു കേട്ടോ ആ ഒരു വൃത്തിയിൽ നമുക്ക് കിട്ടിയേക്കുന്നത്. അതും വെറും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ അടുക്കളയൊക്കെ തുടയ്ക്കണ സമയമില്ല, ആ സമയം മതി നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. നല്ല പെട്ടെന്ന് നല്ല ക്ലീനിങ് ആയി കിട്ടും. നമ്മൾ ഉരച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമ്മളെ പല്ലിയേക്കണ പഴയൊരു ബ്രഷ് എടുത്തിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അന്നേരം നിങ്ങൾക്ക് തന്നെ ആ വ്യത്യാസം മനസ്സിലാവുണ്ടാവും. നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് നമ്മൾ മിക്സിയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. മിക്സീൻ്റെ ഉള്ളിൽ ഇതുപോലെ കടലാസ് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം നേരിട്ട് നമ്മളെ മിക്സീൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും കേട്ടോ. അന്നേരം എൻ്റെ കയ്യിൽ ഫോണുണ്ട്. കുറച്ച് നേരം മോളുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്തരാം. അന്നേരം അവൾക്ക് വണ്ടി വന്നപ്പോൾ അവൾ പോയതാണ്. അന്നേരം പിന്നെ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അന്നേരം എൻ്റെ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് എനിക്കിങ്ങനെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് എടുക്കാൻ പറ്റണില്ല, കാരണം ഇത് മിക്സി ഇങ്ങനെ ആടിക്കളിക്കുകയാണ് കേട്ടോ. അന്നേരം ഞാനിത് ആ കടലാസ് വെച്ചിട്ട് തന്നെ ആദ്യം ഒന്ന് പ്രസ് ഇങ്ങനെ ഉരച്ചു കൊടുത്തു. ആ കടലാസൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു ബഡ്സും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ഈ അരികത്തെ ചെളികളൊക്കെ ഉരച്ചെടുക്കാൻ ബ്രഷ് പരമാവധി പോകുന്നിടത്തേക്ക് പോകുള്ളൂ, അല്ലാത്തടത്ത് ബ്രഷ് പോവില്ല. അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ട്. ബഡ്സ് ഇല്ലായിരുന്നു. അന്നേരം ചെളികൾ വേഗം ഇളകി വരും കേട്ടോ.
പെട്ടെന്ന് ഇളകി വരും. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞാനിത് ആക്കി വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്യുന്ന നേരം കൊണ്ട് നമ്മളെ മിക്സീൻ്റെ മുകളിലത്തെ എല്ലാം ഇളകി വന്നിട്ടുണ്ട്. ഇതൊക്കെ കുറേ അഴുക്ക് ഇങ്ങനെ കറ പിടിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൊടികളൊക്കെ ഒന്ന് നീക്കം ചെയ്യണേ. അതാ ഞാൻ പറഞ്ഞ ഒരു ബഡ്സ് ഉണ്ടെങ്കിൽ വേഗം അതൊക്കെ വരും കേട്ടോ. അന്നേരം ഞാൻ പിന്നെ തുണിയൊക്കെ പിരിച്ചിട്ട് പതുക്കെ തോണ്ടിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ബഡ്സ് ഉണ്ടെങ്കിൽ എളുപ്പത്തിന് നടക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിലുണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറം കൂടെ നമുക്കൊന്ന് ഉരച്ച് കഴുകിയെടുക്കണം കേട്ടോ. അത് ഞാൻ ഈ ബ്രഷ് വെച്ച് തന്നെ ആ വെള്ളത്തിൽ മുക്കിയിട്ട് വെറുതെ ഇങ്ങനെ ഉരച്ച് കൊടുക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണില്ല. നന്നായിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കും. ഒരു പുക പിടിച്ച പോലെ ഉണ്ടായിരുന്നു. കുറേ നാൾ ഉപയോഗിക്കാണ്ടൊക്കെ വെച്ചതിന് ശേഷം ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതേ ഒരു കളറായിട്ടുണ്ടായി. വെള്ള മിക്സ് ആയിരുന്നു കേട്ടോ, ഈ കളറായിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കുറേ നനഞ്ഞ തുണി കൊണ്ട് സോപ്പും വെള്ളത്തിലൊക്കെ ഞാൻ ഉരച്ച് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. പിന്നെ വെള്ളത്തിലിട്ട് കഴുകാൻ നമുക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. നനഞ്ഞ തുണി കൊണ്ട് സോപ്പും വെള്ളമൊക്കെ മുക്കിയിട്ട് കഴുകുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പറയാം പക്ക എഫക്റ്റീവായിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയ മിക്സി പോലെ ആയിട്ടുണ്ടായിരുന്നു നമ്മളെ മിക്സി. അതായത് ഇതുപോലെ കളറ് മങ്ങിയ മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അന്നേരം ഇതുപോലത്തെ ടിപ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടാൽ മതി. ഞാനത് ചെയ്ത് നോക്കിയിട്ട് എഫക്റ്റീവ് ആണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ പേരും കൂടെ അതിലൊന്ന് ഇടണം കേട്ടോ, ഇടുന്നവർ. അതായത് ഇതുപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് ഉരച്ചെടുത്ത് നല്ലോണം നനഞ്ഞ തുണി വെച്ച് 2 പ്രാവശ്യം തുടച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മളെ മിക്സി ഉണ്ടോ പുതിയ മിക്സി പോലെയായി. 17 വർഷം പഴക്കമുള്ള മിക്സിയാണ് കേട്ടോ. ആ മിക്സിയാണ് ഇപ്പോൾ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ നരച്ച കളറൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നല്ലൊരു കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇതേപോലെ തന്നെ നമുക്ക് നിങ്ങളെ വീട്ടിലൊക്കെ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അടുപ്പിൻ്റെ അവിടെ നമ്മൾ ഈ കറുത്ത പാടുകളൊക്കെ വരില്ലേ, എണ്ണയൊക്കെ തെറിച്ചിട്ട്, അതൊക്കെ വേഗം മാറിക്കിട്ടും. നമ്മൾ സോപ്പിട്ട് ഉരച്ച് തേച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വെള്ളമൊന്നും നനച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബ്രഷ് ഇട്ട് കഴുകിയാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ മിക്സീൻ്റെ ജാറിൻ്റെ അടിയിൽ ആ ഒരു കളർ എങ്ങനെയുണ്ട് കേട്ടോ, എന്നാലും ആ കളർ മാക്സിമം പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ബ്രഷ് ഇട്ട് കഴുകുന്നുണ്ട് തന്നെ അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഒരു എണ്ണ മെഴുക്ക് പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. അന്നേരം അതും കൂടെ ഞാൻ ഇതിലൊന്ന് കഴുകി കാണിക്കുന്നുണ്ട്. അന്നേരം കുറേ നാൾ ഉപയോഗിക്കാണ്ട് വെച്ച് മിക്സീൻ്റെ ജാറൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ അടുക്കി ഇങ്ങനെ പിടിച്ച പോലെ ഉണ്ടാവും. അതൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വേഗം പോർന്ന് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പുതിരാനൊന്നും വെച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുകൊണ്ട് ജസ്റ്റ് പറയേണ്ടതുകൊണ്ട് മാത്രം കാണിക്കുന്നുള്ളൂ. അന്നേരം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അന്നേരം എന്നും കുക്കിംഗ് വീഡിയോസ് കാണിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ എനിക്കറിയാവുന്ന കുഞ്ഞു ടിപ്സ് വീഡിയോസും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടെ അറിഞ്ഞിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടെ എനിക്ക് ഷെയർ ചെയ്തു തരാം. അന്നേരം നമുക്ക് ആ വീഡിയോയും കൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പറ്റും കേട്ടോ. അത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ടിപ്സ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യും. കാരണം എന്നും എൻ്റെ അടുക്കള വീഡിയോയും എൻ്റെ കുക്കിംഗ് വീഡിയോസും കണ്ട് ബോറടിക്കുന്ന എൻ്റെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ ഇടയ്ക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ. ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുക വീട്ടമ്മമാർക്കാണ് കേട്ടോ. അത് വീട്ടമ്മമാർക്ക് ഈ പണിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെ തേച്ച് കഴുകി എടുക്കലൊക്കെ. എന്നും നമ്മൾ ഉരച്ച് തേച്ച് കഴുകുമ്പോൾ അത്ര അറിയില്ല കേട്ടോ. ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കഴുകി വെച്ചിട്ടൊക്കെ പോകുന്നവർക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് എഫക്റ്റീവായിട്ട് കിട്ടും. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അന്നേരം നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബായ് കേട്ടോ. നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.